ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഇൻഡോ ലേണിംഗ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന ലെസൺ ആണ് ചർച്ച ചെയ്യുന്നത്. ഈ ലെസൺ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഈ ഭാഗത്താണ്. റിക്കിയുടെ വീട്ടിൽ ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിച്ചു. അത് ഭക്ഷണം പാകം ചെയ്യാനും വീട് വൃത്തിയാക്കാനും വസ്ത്രങ്ങൾ ഇസ്തിരിയിടാനും ഒക്കെ തുടങ്ങി. എന്നാൽ റിക്കിയുടെ വസ്ത്രങ്ങൾ തറയിൽ നിന്ന് പെറുക്കിയെടുക്കുക എന്നതായിരുന്നു അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഒരു ദിവസം രാവിലെ റിക്കി ഉണർന്നപ്പോൾ അവന്റെ അലങ്കോലമായി കിടന്നിരുന്ന ബെഡ്റൂം വൃത്തിയും വെടുപ്പുമുള്ളതായി കണ്ടു. റിക്കിക്ക് അത്ഭുതം തോന്നി. പിന്നീട് അവന്റെ പ്രിയപ്പെട്ട ഷർട്ടും ബോളും റൂമിൽ നിന്നും കാണാതായി. അവൻ വീടാകെ തിരഞ്ഞു നോക്കി. എന്നാൽ അവിടെയൊന്നും അവന് അവ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ഭാഗത്താണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് കഥയുടെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ ഡിയേഴ്സ്. A suspicious eye on the gleaming butler robot. റിക്കി കാസ്റ്റ് എന്നാൽ എന്താണ് അർത്ഥം? എറിഞ്ഞു എന്നാണ് അർത്ഥം. റിക്കി എറിഞ്ഞു. എ സസ്പിഷ്യസ് എന്നാൽ ഡൗട്ട്ഫുൾ, സംശയിക്കുന്ന എന്നാണ് അർത്ഥം. കണ്ണ്. റിക്കി സംശയിക്കുന്ന ഒരു കണ്ണ് എറിഞ്ഞു. എന്താണ് കൂട്ടുകാരെ ആ പറഞ്ഞതിന്റെ അർത്ഥം? റിക്കി സംശയത്തോടെ നോക്കി എന്നാണ്. ആരെയാ നോക്കിയത്? ഓൺ ദ ഗ്ലീമിംഗ് മീൻസ് ഷൈനിങ്, തിളങ്ങുന്ന ബട്ട്ലർ റോബോട്ടിനെ ഒരു സംശയ ദൃഷ്ടിയാൽ റിക്കി നോക്കി, സംശയത്തോടെ വീക്ഷിച്ചു എന്നാണ് അർത്ഥം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ഹിസ് ഹാൻഡി വർക്ക്. അത് അവന്റെ ഹാൻഡി വർക്ക് എന്നാൽ വേല, പണി എന്നൊക്കെയാണ് അർത്ഥം. അത് അവന്റെ വേലയാണ്, അതായത് അത് അവന്റെ പണിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരുടെ പണി? യെസ്, ബട്ട്ലർ റോബോട്ടിന്റെ. ഹി തോട്ട്, അവൻ അങ്ങനെ ചിന്തിച്ചു. അവൻ എന്താ ചിന്തിച്ചത്? അത് ബട്ട്ലർ റോബോട്ടിന്റെ പണിയായിരിക്കുമെന്ന്. നെക്സ്റ്റ്, അവൻ ഹാച്ച്ഡ് എന്നാൽ അർത്ഥം എന്താണ് കൂട്ടുകാരെ? യെസ്, തയ്യാറാക്കുക, ആസൂത്രണം ചെയ്യുക എന്നാണ് അർത്ഥം. അവൻ ഹാച്ച്ഡ് തയ്യാറാക്കി, എ പ്ലാൻ ഒരു പദ്ധതി. ടു സ്പൈ എന്നാൽ ഇവിടെ അർത്ഥം നിരീക്ഷിക്കുക എന്നാണ്. ചാരപ്പണി ചെയ്യുക എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. ഹി ഹാച്ച്ഡ് അവൻ തയ്യാറാക്കി, എ പ്ലാൻ ഒരു പദ്ധതി. ടു സ്പൈ എന്താണ്? നിരീക്ഷിക്കാൻ. ഓൺ ദി റോബോട്ടിനെ നിരീക്ഷിക്കാൻ അവനൊരു പദ്ധതി തയ്യാറാക്കി, അല്ലെങ്കിൽ അവനൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. ആൻഡ് ബിഗൺ തുടങ്ങി, ഫോളോയിങ് പിന്തുടരാൻ, ഇറ്റ് അതിനെ, എറൗണ്ട് ചുറ്റും, ദ ഹൗസ് വീട്ടിന് ചുറ്റും അവനെ പിന്തുടരാൻ തുടങ്ങി. എന്തിനാണ് പിന്തുടരുന്നത്? അവൻ ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾ കണ്ടുപിടിക്കാൻ വേണ്ടി. ഫൈനലി അവസാനം, അവൻ കോട്ട് പിടിച്ചു, ഇറ്റ് അതിനെ പിടിച്ചു. എങ്ങനെയാ പിടിച്ചത്? റെഡ് ഹാൻഡഡ്. എന്താണ് റെഡ് ഹാൻഡഡ് എന്നാൽ? കയ്യോടെ. കോട്ട് റെഡ് ഹാൻഡഡ് എന്നാൽ കയ്യോടെ പിടിച്ചു. അപ്പൊ അവൻ അതിനെ കയ്യോടെ പിടിച്ചു. എപ്പാ പിടിച്ചത് നോക്കൂ. വൈൽ അപ്പോൾ. ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് എന്നാൽ പെറുക്കിയെടുക്കുക എന്നാ. ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ്, അത് പെറുക്കിയെടുക്കുമ്പോൾ. വൺ ഓഫ് ഹിസ് ക്ലോസ് എന്നാൽ അവന്റെ വസ്ത്രങ്ങളിൽ ഒന്ന്. അത് പെറുക്കിയെടുക്കുമ്പോൾ
അവൻ അതിനെ കൈയോടെ പിടിച്ചു. റിക്കി ഫോളോഡ് പിന്തുടർന്നു. ദ റോബോട്ട് ആ റോബോട്ടിനെ പിന്തുടർന്നു. വിത്തൗട്ട് മേക്കിംഗ് ഉണ്ടാക്കാതെ, എ സൗണ്ട് ഒരു ശബ്ദവും ഉണ്ടാക്കാതെ അതിനെ അവൻ പിന്തുടർന്നു. അതായത് അതിന്റെ പിറകെ അവൻ നടന്നു. ടു ഹിസ് സർപ്രൈസ്, അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ടു ഹിസ് സർപ്രൈസ് എന്നാൽ എന്താണ്? അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ഹി അവൻ സോ കണ്ടു. ദ റോബോട്ട് ഫോൾഡിംഗ് മടക്കുന്ന, റോബോട്ട് മടക്കുന്നത് കണ്ടു. ഹിസ് ടീഷർട്ട് അവന്റെ ടീഷർട്ട് നീറ്റ്ലി വൃത്തിയായി മടക്കുന്നത് കണ്ടു. ആൻഡ് കൂടാതെ കീപ്പിംഗ് ഇറ്റ് എന്നാൽ അത് സൂക്ഷിക്കുന്നത്, വെക്കുന്നത്. ഓൺ എ പൈൽ എന്നാൽ ഹീപ്പ് കൂമ്പാരം എന്നർത്ഥം. ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് വസ്ത്രങ്ങളുടെ കൂമ്പാരത്തിൽ അത് വെക്കുന്നത് കണ്ടു. എവിടെ വെക്കുന്നത്? ഇൻ ദ സ്റ്റോറൂമിൽ വസ്ത്രങ്ങളുടെ കൂമ്പാരത്തിൽ അവന്റെ ടീഷർട്ട് നീറ്റായി മടക്കി വെക്കുന്നത് അവൻ കണ്ടു. ഓഫ് ഹി വെന്റ്, എന്താണ് ഓഫ് ഹി വെന്റ് എന്നാൽ? ഓഫ് വെന്റ് എന്നാൽ പോയി എന്നർത്ഥം. ഓഫ് ഹി വെന്റ് എന്ന് പറഞ്ഞാൽ അവൻ പോയി. എവിടെ പോയി നോക്കൂ? റണ്ണിങ് ഓടിക്കൊണ്ട്. ടു ഹിസ് പേരൻസിനടുത്തേക്ക്. പേരൻസ് എന്നാൽ മാതാപിതാക്കളുടെ അടുത്തേക്ക് അവൻ ഓടിക്കൊണ്ട് പോയി. ഈ കൊട്ടേഷൻ കണ്ടില്ലേ? ഉദ്ധരണിക്കകത്തുള്ളത് ഒരാൾ പറയുന്ന വാക്കുകളായിരിക്കും. നോക്കൂ എന്താ പറയുന്നത്? ഫാദർ, അച്ഛ, ദിസ് ഈ ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. അച്ഛാ, ഈ ബട്ട്ലർ റോബോട്ട് ഈസ് ആണ്, എന്താണ്? ഫോൾട്ടി, തകരാറുള്ളതാണ്. ഹി ഹാസ് ഫിൽച്ച്ഡ്, എന്താണ് ഫിൽച്ച്ഡ് എന്നാൽ? സ്റ്റോൾ എന്നാണ് അർത്ഥം. മോഷ്ടിച്ചു. ഹി ഹാസ് സ്റ്റോൾഡ്, അവൻ മോഷ്ടിച്ചു. എന്താ മോഷ്ടിച്ചത്? മൈ തിങ്സ്, എന്റെ സാധനങ്ങൾ അവൻ മോഷ്ടിച്ചിട്ടുണ്ട്. ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നു. ദേ അവർ പ്രോഗ്രാം ചെയ്തത്. അവർ എന്നാൽ ഈ ബട്ട്ലർ റോബോട്ട് ഉണ്ടാക്കിയ ആളുകൾ. ദേ അവർ പ്രോഗ്രാം ചെയ്തത്. ഹിം അവനെ ബാഡ്ലി എന്നാൽ എന്താണ്? തെറ്റായി, മോശമായി എന്നാണ് അർത്ഥം. ഇവിടെ തെറ്റായി, അവനെ തെറ്റായാണ് അവർ പ്രോഗ്രാം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. ലെറ്റ്സ് സെൻഡ് ഓഫ് എന്നാൽ എന്താണ് അർത്ഥം? അയക്കുക എന്നാണ് അർത്ഥം, പറഞ്ഞയക്കുക. ലെറ്റ്സ് സെൻഡ് ഹിം ഓഫ് എന്നാൽ നമുക്ക് അവനെ പറഞ്ഞയക്കാം. ഫാദർ എന്താ പറയുന്നത് നോക്കൂ? അബ്സല്യൂട്ട്ലി നോട്ട്. അബ്സല്യൂട്ട്ലി എന്നാൽ തീർച്ചയായും. അബ്സല്യൂട്ട്ലി നോട്ട് എന്നാൽ തീർച്ചയായും ഇല്ല. ഫാദർ കുലുക്കി ഹിസ് ഹെഡ്. അച്ഛൻ അയാളുടെ തല കുലുക്കി. അല്ലേ? തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അബ്സല്യൂട്ട്ലി നോട്ട്, തീർച്ചയായും ഇല്ല, തീർച്ചയായും പറഞ്ഞയക്കില്ല. ഹി എന്നാൽ അയാൾ എന്നാൽ ഇവിടെ ആരാണ്? റിക്കിയുടെ അച്ഛൻ. ഹി വാസ്, അയാൾ ആയിരുന്നു. ഒരു എക്സ്പേർട്ട്, വിദഗ്ധൻ. ഇൻ റോബോട്ടിക്സ് എന്നാൽ എന്താണ്? റോബോട്ടുകളുടെ നിർമ്മാണ പ്രവർത്തനം. റോബോട്ടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ വിദഗ്ധനായിരുന്നു അയാൾ, അതായത് റിക്കിയുടെ അച്ഛൻ. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ്, അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് ദി ന്യൂ ബട്ട്ലർ, പുതിയ ബട്ട്ലർ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ബട്ട്ലർ റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്
സംതൃപ്തി നൽകിയിരുന്നു. ഇറ്റ് വാസ് എ ഡ്രീം, അതൊരു സ്വപ്നം. എങ്ങനെയുള്ള സ്വപ്നം? കം ട്രൂ. കം ട്രൂ എന്നാൽ എന്താണ്? സാക്ഷാത്കാരം, യാഥാർത്ഥ്യമായത്. അത് യാഥാർത്ഥ്യമായ ഒരു സ്വപ്നമായിരുന്നു. അത് അവരുടെ സ്വപ്ന സാക്ഷാത്കാരം അഥവാ സ്വപ്നം യാഥാർത്ഥ്യമായതായിരുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് അവരുടെ വീട്ടുജോലികൾ ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന ഒരു റോബോട്ട് അവരുടെ സ്വപ്നമായിരുന്നു. അതാണ് ഇപ്പോൾ ബട്ട്ലർ റോബോട്ടിലൂടെ യാഥാർത്ഥ്യമായത്. അതുകൊണ്ടാണ് റിക്കിയുടെ ഫാദർ അങ്ങനെ പറയാൻ കാരണം. നോക്കൂ, ബട്ട് എന്നാൽ റിക്കി ആയിരുന്നു ഒബ്സ്റ്റിനേറ്റ്. എന്താണ് ഒബ്സ്റ്റിനേറ്റ് എന്നാൽ? സ്റ്റബൺ എന്നാണ് അർത്ഥം. പിടിവാശിയുള്ള, ശാഠ്യമുള്ള, ദുർവാശിയുള്ള എന്നൊക്കെയാണ് അതിനർത്ഥം. എന്നാൽ റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. റിക്കി ശാഠ്യ പിടിവാശിയുള്ളവനായിരുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു. ടു ഗെറ്റ് റൈഡ് ഓഫ് എന്നാൽ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക എന്നാണ് അർത്ഥം. ഞാൻ ആഗ്രഹിക്കുന്നു. ടു ഗെറ്റ് റൈഡ് ഓഫ് ഒഴിവാക്കാൻ. ഹിം അവനെ ഇവിടെ നിന്ന് തുരത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് പറയുന്നത്? നമ്മുടെ കൊച്ചുറിക്കി. ഹീറ്റ് എന്നാൽ ചൂട്. ഹീറ്റഡ് എന്നാൽ ചൂടുള്ള, ചൂട് പിടിച്ച ആർഗ്യുമെന്റ് എന്നാൽ എന്താണ്? തർക്കം, വാദം എന്നൊക്കെയാണ്. ഹീറ്റഡ് ആർഗ്യുമെന്റ് ഒരു ചൂട് പിടിച്ച വാദം. ബിറ്റ്വീൻ എന്നാൽ തമ്മിൽ. ആരൊക്കെ തമ്മിൽ? റിക്കി ആൻഡ് ഹിസ് ഫാദർ. റിക്കിയും അവന്റെ അച്ഛനും ഒരു ചൂട് പിടിച്ച തർക്കം, വാഗ്വാദം. ഫോളോഡ് പിന്തുടർന്നു, അല്ലേ? അതായത് റിക്കിയും അവന്റെ അച്ഛനും തമ്മിൽ ഒരു ചൂട് പിടിച്ച തർക്കം തുടർന്നു. നോക്കൂ കൂട്ടുകാരെ, ഇത് ഒരു കോൺവെർസേഷൻ രീതിയിൽ ഇവിടെ കാണാം നമുക്ക്. ആദ്യം പറയുന്ന ആരാണ്? ഫാദർ. നോക്കൂ, ഫാദർ എന്താ പറയുന്നത്? എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. എ റോബോട്ട് ഈസ് ആണ് എന്താണ്? എ വണ്ടർഫുൾ, ഒരു അത്ഭുതകരമായ ഡിവൈസ് മീൻസ് ഇൻസ്ട്രുമെന്റ് അഥവാ ടൂൾ, ഉപകരണം. റോബോട്ട് ഒരു അത്ഭുതകരമായ ഉപകരണമാണ്. ലുക്കറ്റ് നോക്കൂ, ദ തിങ്സ് കാര്യങ്ങൾ, ഇറ്റ് ക്യാൻ ഡു അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നീ നോക്കൂ. അപ്പൊ റിക്കി എന്താ പറയുന്നത്? ഐ ഡോണ്ട് തിങ്ക്, ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. റോബോട്ട് ഒരു അത്ഭുതകരമായ ഡിവൈസ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവനാകുന്നു. ഹി ഈസ് ഡൂയിങ്, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോർ എന്നാൽ കൂടുതൽ എന്നാണ് അർത്ഥം. കൂടുതൽ. ഹാം എന്നാൽ അർത്ഥം എന്താണ്? നാശം, മോശം എന്നൊക്കെയാണ്. ഹി ഈസ് ഡൂയിങ് മോർ ഹാം, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ മോശമാണ്. എന്തിനേക്കാൾ? ഗുഡ്, നല്ലത്. അവൻ നല്ലതിനേക്കാൾ കൂടുതൽ മോശമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ എന്നാൽ ഇവിടെ ആരാണ്? ബട്ട്ലർ റോബോട്ട്. അപ്പൊ ഫാദർ എന്താ പറയുന്നത്? യു ആർ റോങ് റിക്കി, നീ പറയുന്നത് തെറ്റാണ്. യു ആർ റോങ്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, നിനക്ക് മനസ്സിലാകുന്നില്ല. ഹൗ എ റോബോട്ട് വർക്ക്സ്, ഒരു റോബോട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലാകുന്നില്ല. റിക്കി എന്താണ് പറയുന്നത് നോക്കൂ. ഐ കാണ്ട് എഗ്രി, എനിക്ക് എഗ്രി എന്നാൽ അർത്ഥം എന്താണ്? അംഗീകരിക്കുക, യോജിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഐ കാണ്ട് എഗ്രി വിത്ത് യു, എനിക്ക് നിങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എ റോബോട്ട് വിൽ ബി ആയിരിക്കും. എ ബിഗ്, ഒരു വലിയ പ്രോബ്ലം. ഒരു റോബോട്ട് ഒരു വലിയ പ്രശ്നമായിരിക്കും, അല്ലേ? എങ്ങനെയാണെങ്കിൽ? എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി, അത് ശരിയായി
പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു റോബോട്ടിനെ ശരിയായി പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിരിക്കുമെന്ന് ആര് പറയാണ്? റിക്കി കെപ്റ്റോൺ എന്നാൽ കണ്ടിന്യൂയിങ് എന്നർത്ഥം, തുടരുക എന്നർത്ഥം. റിക്കി കെപ്റ്റോൺ തുടർന്നു. കംപ്ലൈനിങ് പരാതി പറയാൻ ടു ഹിസ് പേരൻസ് അവന്റെ അച്ഛനമ്മമാരോട്, മാതാപിതാക്കളോട് പരാതി പറയൽ തുടർന്നുകൊണ്ടിരുന്നു. എബൌട്ട് കുറിച്ച്, ആരെ കുറിച്ച്? ദി റോബോട്ടിനെ കുറിച്ച്. ഹൈഡിങ് തിങ്സ് എന്നാൽ എന്താ അർത്ഥം? സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതിനെ കുറിച്ച് അവന്റെ മാതാപിതാക്കളോട് അവൻ പരാതി പറയുന്നത് തുടർന്നുകൊണ്ടിരുന്നു. ദാറ്റ് എന്നാൽ അത് എന്നാണ് അർത്ഥം. അത് എന്നാൽ ഇവിടെ കംപ്ലൈന്റ്, പരാതികൾ എന്നാണ് അർത്ഥം. പരാതികൾ. ഔട്ട്വെയ്ഡ് എന്നാൽ മോർ ഇമ്പോർട്ടന്റ്, കൂടുതൽ പ്രാധാന്യമുള്ളത്. പരാതികൾ കൂടുതൽ പ്രാധാന്യമുള്ളതായിരുന്നു. വാട്ടെവർ എന്തൊക്കെ യൂസ്ഫുൾ തിങ്സ് ഉപയോഗപ്രദമായ കാര്യങ്ങൾ ഹി ഡിഡ് അവൻ ചെയ്ത ഉപകാരപ്രദമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം അവന്റെ പരാതിക്കായിരുന്നു. എന്താണ് കൂട്ടുകാരെ ആ പറഞ്ഞതിന്റെ അർത്ഥം? റോബോട്ട് ചെയ്ത ഉപയോഗപ്രദമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം അവന്റെ പരാതികൾക്കായിരുന്നു. അതായത് റോബോട്ട് ചെയ്ത നല്ല കാര്യങ്ങളൊന്നും റിക്കി യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല. വൺ ഡേ ദ റോബോട്ട് ആയിരുന്നു. എന്താണ്? വേറിംഗ് പാസ്റ്റ് എന്നാൽ പാസിംഗ് നിയർ ബൈ വിത്ത് എ ഹമ്മിങ് സൗണ്ട്, അതായത് മൂളൽ ശബ്ദമുണ്ടാക്കി ചുറ്റി നടക്കുക. വൺ ഡേ ദ റോബോട്ട് ഹു വാസ് വേറിംഗ് പാസ്റ്റ് എന്നാൽ ഒരു ദിവസം റോബോട്ട് മൂളൽ ശബ്ദമുണ്ടാക്കി നടക്കുകയായിരുന്നു. അപ്പോൾ ഹേർഡ് കേട്ടു. എന്താ കേട്ടത്? ദ ബോയ്സ് ആൺകുട്ടിയുടെ കംപ്ലൈൻസ് പരാതികൾ. അപ്പോൾ നമ്മുടെ റോബോട്ട് ആൺകുട്ടിയുടെ, അതായത് റിക്കിയുടെ പരാതികൾ കേട്ടു. പരാതി കേട്ട ഉടനെ റോബോട്ട് എന്താണ് ചെയ്തതെന്ന് നോക്കൂ. ദ റോബോട്ട് റിട്ടേൺഡ് തിരിച്ചു വന്നു. എങ്ങനെ തിരിച്ചു വന്നു? വിത്ത് കൊണ്ട്, എ പെയർ ഓഫ് റിക്കീസ് ഷൂസ്, ഒരു ജോഡി റിക്കിയുടെ ഷൂസും, ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്, കുറച്ച്, ഓഫ് ഹിസ് ക്ലോത്ത്സ് അവന്റെ വസ്ത്രങ്ങൾ കുറച്ചും ഒരു ജോഡി ഷൂസുമായി അവൻ തിരിച്ചു വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു കൂട്ടുകാരെ? നോക്കൂ, അവൻ റിക്കിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹിയർ ഇതാ സർ, ഐ ഡിഡ് നോട്ട് നോ അറിയുക, ഐ ഡിഡ് നോട്ട് നോ എനിക്കറിയില്ല. ഇറ്റ് വാസ് ബോദറിങ് യു, അത് വാസ് ബോദറിങ് മീൻസ് ട്രബിളിങ് എന്നാണ് അർത്ഥം, ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇറ്റ് വാസ് ബോദറിങ് യു, അത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു എന്ന് എനിക്ക് അറിയില്ല. സെഡ് പറഞ്ഞു. ആരാ പറഞ്ഞത്? ദ ബട്ട്ലർ റോബോട്ട് പറഞ്ഞു. ഇൻ ഹിസ് അവന്റെ മെറ്റാലിക് എന്നാൽ ലോഹത്തിന്റെ, വോയിസ് ശബ്ദം, ലോഹത്തിന്റെ ശബ്ദത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞു. എന്താണ് ലോഹത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത്? റോബോട്ട്സുകൾ ലോഹനിർമ്മിതമാണ്. അതുകൊണ്ട് അവയുണ്ടാക്കുന്ന ശബ്ദങ്ങളെല്ലാം മെറ്റാലിക് വോയിസ് അഥവാ ലോഹ ശബ്ദങ്ങളായിരിക്കും. അപ്പോൾ അതിന് നമ്മുടെ റിക്കി എന്താണ് മറുപടി പറയുന്നത് നോക്കൂ. ഹൗ കുഡ് ഇറ്റ് നോട്ട്, ഹൗ എങ്ങനെ, ഇറ്റ് അത്,
കുഡ് നോട്ട് എന്നാൽ ഇവിടെ അർത്ഥം ബുദ്ധിമുട്ടിക്കാതിരിക്കും എന്നാണ്. എന്താണ് ഇവിടെ ബുദ്ധിമുട്ടിക്കാതിരിക്കും എന്ന് പറയാൻ കാരണം? തൊട്ടുമുകളിൽ റോബോട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിനക്ക് അത് ബുദ്ധിമുട്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിന്റെ മറുപടിയാണ് നീ തീഫ് കള്ള അല്ലേ, നീ കള്ള എങ്ങനെ അത് ബുദ്ധിമുട്ടിക്കാതിരിക്കും? എന്താ കള്ള എന്ന് വിളിക്കാൻ കാരണം? യു ഹാവ് ബീൻ നിക്കിങ്. നിക്കിങ് എന്നാൽ സ്റ്റീലിംഗ്, മോഷ്ടിക്കുക എന്നാണ് അർത്ഥം. യു ഹാവ് ബീൻ നിക്കിങ്, നീ മോഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ സ്റ്റഫ്, സാധനങ്ങൾ. 4 വീക്സ്, ആഴ്ചകളോളമായി നീ എന്റെ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റോബോട്ട് എന്താണ് പറയുന്നത്? ഐ ഹാഡ് സീൻ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. യുവർ തിങ്സ്, നിന്റെ സാധനങ്ങൾ. ലൈൻ, കിടക്കുന്നത്. സ്കേറ്റേഡ്, ചിതറി. ഓൺ ദി ഫ്ലോർ, നിലത്ത്. നിലത്ത് നിന്റെ സാധനങ്ങൾ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു? ഐ തോട്ട്, ഞാൻ വിചാരിച്ചു. ദാറ്റ്, അത്. യു ഡിഡ് നോട്ട് നീഡ് ദം അല്ലേ, നീഡ് ആവശ്യമുള്ളത്. യു ഡിഡ് നോട്ട് നീഡ് ദം എന്നാൽ അർത്ഥം എന്താണ്? നിനക്ക് ആവശ്യമില്ലാത്തതാണ് അവയെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനതെല്ലാം ശേഖരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചത്. പിന്നീട് അത് പറയുന്നു, എന്താ റോബോട്ട് പറയുന്നത്? ഐ ആം പ്രോഗ്രാംഡ്. പ്രോഗ്രാം ചെയ്തത് എന്നാണ് അർത്ഥം. ഐ ആം പ്രോഗ്രാംഡ് എന്നാൽ ഞാൻ പ്രോഗ്രാം ചെയ്തു എന്നല്ല അർത്ഥം. എന്നെ പ്രോഗ്രാം ചെയ്തത്. ടു കലക്ട്, ശേഖരിക്കാൻ. ഓൾ, എല്ലാം. ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. നോട്ട് വാണ്ടഡ് എന്നാൽ ആവശ്യമില്ലാത്തത്. ആവശ്യമില്ലാത്തതെല്ലാം ശേഖരിക്കാനാണ് എന്നെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാ ആവശ്യമില്ലാത്ത സാധനങ്ങളും അവിടെയും ഇവിടെയും നിന്ന് റോബോട്ട് ശേഖരിക്കും. ശേഖരിച്ചിട്ട് എന്താ ചെയ്യാ? പകല് എല്ലാം ശേഖരിച്ച് വെച്ച് അറ്റ് നൈറ്റ്, രാത്രി. ഞാൻ. സെൻഡ് എന്നാൽ അയക്കുക എന്നാണ് അർത്ഥം. എന്നാൽ ഇവിടെ അർത്ഥം കൊണ്ടുപോകും എന്നാണ്. രാത്രി ഞാൻ കൊണ്ടുപോകും. അവ, ആ ശേഖരിച്ചു വെച്ചതെല്ലാം രാത്രി ഞാൻ കൊണ്ടുപോകും. എവിടെയാണ് കൊണ്ടുപോകുന്നത്? ടു പ്ലേസസ്, സ്ഥലങ്ങളിലേക്ക്. വേർ അതർ ഹ്യൂമൻ ക്യാൻ യൂസ് ദം. വേർ അതർ ഹ്യൂമൻ ക്യാൻ യൂസ് ദം എന്നാൽ എന്താണ്? മറ്റു മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന. ടു പ്ലേസസ് വേർ അതർ ഹ്യൂമൻ ക്യാൻ യൂസ് ദം എന്നാൽ അർത്ഥം എന്താണ്? മറ്റു മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥലത്ത് ഞാൻ അവ രാത്രിയിൽ കൊണ്ടുപോകും. അയാം, ഞാനാണ്. ഒരു മാക്സിമം, പരമാവധി. എഫിഷ്യൻസി, കഴിവുള്ള. മെഷീനാണ്. ഞാനൊരു പരമാവധി കഴിവുള്ള മെഷീനാണ്. വേർ യു, അൺഅവെയർ എന്നാൽ ബോധ്യമില്ലാത്തത്, അറിയാൻ കഴിയാത്തത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒരു ചോദ്യമാണ്, വേർ യു അൺഅവെയർ, നിനക്ക് ബോധ്യമില്ലാത്തതാണോ, അറിയാൻ കഴിവില്ലാത്തതാണോ? ഓഫ് ഇറ്റ്, അത് നിനക്ക് അറിയാൻ കഴിവില്ലാത്തതാണോ? ഏത്? ഞാനൊരു പരമാവധി കഴിവുള്ള മിഷ്യനാണെന്ന്. ദ റോബോട്ട് സെഡ്, റോബോട്ട് പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞേ? വിത്ത് എ സേർട്ടൈൻ എന്നാൽ സം. പ്രൈഡ്, അഭിമാനം, അഹങ്കാരം. അല്പം അഹങ്കാരത്തോടെ റോബോട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് നിനക്ക് അറിയാമായിരുന്നില്ലേ? ഇത് കേട്ടപ്പോൾ റിക്കി വാസ് എഷെയിംഡ്. എഷെയിം എന്നാൽ എന്താണ്?
ലജ്ജിച്ച എന്നാണ് അർത്ഥം. റിക്കി വാസ് എഷെയിംഡ് എന്നാൽ റിക്കി ലജ്ജിച്ചു. ഹി ഹാഡ് സ്പെൻഡ് എന്നാൽ SPEND സ്പെൻഡ് ചിലവഴിക്കുക, ഇവിടെ ചിലവഴിച്ചു സ്പെൻഡ് SPENT. ഹി ഹാഡ് സ്പെൻഡ് അവൻ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു, അതായത് റിക്കി ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഓൾ ഹിസ് ലൈഫ് എന്നാൽ ഇവിടെ അർത്ഥം അവന്റെ മുഴുവൻ സമയവും റിക്കി ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ട്രീറ്റിംഗ് കരുതിക്കൊണ്ട്, തിങ്സ് സാധനങ്ങളെ കരുതിക്കൊണ്ട്. എങ്ങനെ? പോലെ they were യൂസ്ലെസ് എന്നാൽ ഉപയോഗശൂന്യമായത്. അവ ഉപയോഗശൂന്യമായതുപോലെ കരുതിക്കൊണ്ടാണ് അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും അവൻ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവന്റെ ജീവിതത്തിലെ മുഴുവൻ സമയവും അവൻ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത് വസ്തുക്കളെ ഉപയോഗശൂന്യമായി കരുതിക്കൊണ്ടാണ്. അവൻ കെയേർഡ് ശ്രദ്ധിച്ചു. ഇവിടെ നെഗറ്റീവ് അർത്ഥമാണ് വരുന്നത്. ആരാണ് വരുന്നത്? നത്തിങ്. അപ്പോൾ ഹി കെയേർഡ് ഫോർ നത്തിങ് എന്നാൽ അവനൊന്നിലും ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. എന്നാൽ there were many people, അല്ലേ? there were ഉണ്ടായിരുന്നു, many people ധാരാളം ആളുകൾ, in the world ലോകത്തിൽ, എന്നാൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. who അവർ would have been delighted എന്നാൽ എന്താണ്? സന്തോഷിക്കുമായിരുന്ന. to have കിട്ടിയാൽ, റിക്കീസ് തിങ്സ് റിക്കിയുടെ സാധനങ്ങൾ കിട്ടിയാൽ സന്തോഷിക്കുന്ന നിരവധി പേർ ഈ ലോകത്തുണ്ടായിരുന്നു. എന്നാൽ റിക്കി അവയിലൊന്നും ശ്രദ്ധ കാണിച്ചിരുന്നില്ല. അൺലൈക്ക് പോലെയല്ല. ഹിം എന്നാൽ അവനെ, റിക്കിയെ പോലെയല്ല അവർ. അവർ വുഡ് ഹാവ് ടേക്കൺ എന്നാൽ എടുക്കുമായിരുന്നു. ഗുഡ് കെയർ നല്ല ശ്രദ്ധ. ഓഫ് ദം എന്നാൽ അവയിൽ, ആ സാധനങ്ങളിൽ അവർ നല്ല ശ്രദ്ധ എടുക്കുമായിരുന്നു. എന്നാൽ റിക്കി അത്തരം സാധനങ്ങളിൽ യാതൊരു ശ്രദ്ധയും പുലർത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് അവർ റിക്കിയെ പോലെ അല്ല എന്ന് പറയുന്നത്. അവന് റിയലൈസ്ഡ് ബോധ്യപ്പെട്ടു. എന്താണ് ബോധ്യപ്പെട്ടത്? ദാറ്റ് അത്. ദ റോബോട്ട് വാസ് നൈദർ ബ്രോക്കൺ. നൈദർ നോർ ഒരു പ്രയോഗമാണ്, അതുമില്ല ഇതുമില്ല എന്നൊരു പ്രയോഗമാണ്. നൈദർ ബ്രോക്കൺ എന്നാൽ ഇവിടെ അർത്ഥം തകരാറിലായി. ഇവിടെ പറയുന്ന എന്താണ്? ദ റോബോട്ട് വാസ് നൈദർ ബ്രോക്കൺ. റോബോട്ട് തകരാറിലായിട്ടുമില്ല, നോർ മിസ് പ്രോഗ്രാംഡ് തെറ്റായി പ്രോഗ്രാം ചെയ്തിട്ടുമില്ല. അതായത് റോബോട്ടിന് യാതൊരു തകരാറുമില്ല, തെറ്റായി പ്രോഗ്രാം ചെയ്തിട്ടുമില്ല. റേദർ മറിച്ച് ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് അതിനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ്ട്രീംലി വെൽ വളരെ നന്നായിട്ടാണ്. ഏറ്റവും എക്സ്ട്രീംലി എന്നാൽ ഏറ്റവും വളരെ വെൽ നന്നായി. ഇതിനെ പ്രോഗ്രാം ചെയ്തത് വളരെ നന്നായിട്ടാണ്. ആദ്യമൊക്കെ റിക്കി എന്തായിരുന്നു പറഞ്ഞത് റോബോട്ടിനെ കുറിച്ച്? റോബോട്ട് ബാഡ്ലി പ്രോഗ്രാംഡ് ആണ്, മോശമായി പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ റിക്കിക്ക് മനസ്സിലായി എന്താണ്? ഈ റോബോട്ടിന് യാതൊരു തകരാറുമില്ല, അത് നന്നായി പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണെന്ന്. സിൻസ് ദെൻ അന്നു മുതൽ റിക്കി തീരുമാനിച്ചു ടു ബിക്കം ആകാൻ. എന്താകാൻ? ഒരു മാക്സിമം പരമാവധി എഫിഷ്യൻസി കഴിവുള്ള ബോയ് കുട്ടിയാകാൻ.
അന്ന് മുതൽ അവൻ തീരുമാനിച്ചു പരമാവധി കഴിവുള്ള ഒരു കുട്ടിയാകാൻ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ പുട്ട് റിയൽ കെയർ ഇൻറ്റു എന്നാൽ നന്നായി ശ്രദ്ധിച്ചു എന്നാണ്. നന്നായി ശ്രദ്ധിച്ചു. ഹൗ എങ്ങനെ ഹി ട്രീറ്റഡ് കൈകാര്യം ചെയ്യണമെന്ന്, എങ്ങനെ അവൻ കൈകാര്യം ചെയ്യണമെന്ന്, ഹിസ് തിങ്സ് അവന്റെ സാധനങ്ങൾ. അപ്പോൾ അവന്റെ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ അവൻ നന്നായി ശ്രദ്ധിച്ചു. പഴയതുപോലെ എല്ലായിടത്തും വെറുതെ വലിച്ചെറിയുന്ന ശീലം അവൻ പാടെ ഉപേക്ഷിച്ചു. ഹീ കെപ്റ്റ് അവൻ സൂക്ഷിച്ചു. ദം സാധനങ്ങൾ. എങ്ങനെ സൂക്ഷിച്ചു? ടൈഡി വൃത്തിയായി. അവൻ സാധനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുകയും ആൻഡ് മെയ്ഡ് ഷുവർ ഉറപ്പുവരുത്തി. എന്താ ഉറപ്പുവരുത്തിയത്? ഹി ഡിഡ്ന്റ് ഹാവ് അവനില്ല എന്ന്, മോർ കൂടുതൽ, ദേൻ കാൾ എന്തിനേക്കാൾ, വാട്ട് വാസ് നെസസറി എന്നാൽ അത്യാവശ്യമുള്ളത്, അത്യാവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അവനില്ലെന്ന് അവൻ ഉറപ്പുവരുത്തി. അതായത് അവൻ ആവശ്യത്തിലേറെ സാധനങ്ങൾ ഇല്ല എന്ന് അവൻ ഉറപ്പുവരുത്തി. ആൻഡ് കൂടാതെ ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദി റോബോട്ട്സ് ബുക്ക്. ഇത് ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ അഥവാ ഒരു ഇഡിയം, അതായത് ഭാഷാശൈലിയാണ്. ഇവിടെ കറക്റ്റായിട്ട് അർത്ഥം എന്തായിരിക്കും? ഹി ടുക്ക് അവൻ എടുത്തു, ഒരു ലീഫ് ഇല, ഔട്ട് ഓഫ് ദി റോബോട്ട്സ് ബുക്ക് റോബോട്ട്സിന്റെ ബുക്കിൽ നിന്നും ഒരു ഇല എടുത്തു. എന്നാൽ ഇവിടെ ആ ഒരു അർത്ഥമേ അല്ല. ഇവിടെ അർത്ഥം എന്താണെന്ന് നോക്കൂ. ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് സംവൺസ് ബുക്ക് എന്നാൽ എന്താണ്? ടു ഫോളോ സംവൺസ് എക്സാമ്പിൾ എന്നാണ് അർത്ഥം. അതായത് ആരെയെങ്കിലും മാതൃക തുടരുക, അല്ലെങ്കിൽ ആരെയെങ്കിലും മാതൃകയായി പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദി റോബോട്ട്സ് ബുക്ക് എന്നാൽ റോബോട്ട്സിനെ മാതൃകയാക്കി അവൻ പ്രവർത്തിച്ചു. വിത്ത് ഹിസ് പോക്കറ്റ് മണി, വിത്ത് കൊണ്ട്, ഹിസ് പോക്കറ്റ് മണി അവന്റെ പോക്കറ്റ് മണി കൊണ്ട്, ഹി ബിഗൺ അവൻ തുടങ്ങി, ടു ഹെൽപ്പ് പീപ്പിൾ ജനങ്ങളെ സഹായിക്കാൻ, ആൻഡ് കൂടാതെ ബൈ വാങ്ങാൻ തുടങ്ങി, നീഡ്ഫുൾ തിങ്സ് ആവശ്യമുള്ള സാധനങ്ങൾ, ഫോർ ദം അവർക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും തുടങ്ങി, അവരെ സഹായിക്കാനും തുടങ്ങി. ഇപ്പോൾ ഇവിടെ നമ്മുടെ റിക്കിക്ക് വന്ന മാറ്റങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. അതായത് റിക്കി നമ്മുടെ ബട്ട്ലർ റോബർട്ടിൽ നിന്നും ഒരു വലിയ പാഠം പഠിച്ചു, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഓക്കെ ഡിയേഴ്സ്, കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.